നമസ്കാരം മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ലോകം ഇന്ന് ഉറക്കമെഴുന്നേറ്റ് കണ്ട ആ കാഴ്ച. പലരും വരില്ല എന്ന് പറഞ്ഞെങ്കിലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞെങ്കിലും മരണം വരെ പ്രവചിച്ചുവെങ്കിലും അതെല്ലാം മറികടന്ന് ഭൂമിയിലേക്ക് തിരികെ എത്തിയ സുനിത വില്യംസും ബുച്ച് വിൽമോറിന്റെയും ആ മടങ്ങിവരവ് അതൊരു ഒന്നൊന്നര മടങ്ങിവരവ് തന്നെയായിരുന്നു. വാക്ക് പറഞ്ഞാൽ വാക്കാണ് എന്ന ആവേശത്തോടു കൂടി വൈറ്റ് ഹൗസ് ട്രംപിനെ പ്രശംസിച്ചുകൊണ്ട് പറയുമ്പോൾ അത് സത്യമാണ്. അവരെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും. അതിന്ന് ലോകം കണ്ടതുമാണ്. ഒടുവിൽ ഇരുവരെയും 2 സീറ്റുകൾ ഒഴിച്ചിട്ട് പുറപ്പെട്ട സ്പേസ് എക്സ് ഡ്രാഗൺ ക്രൂ 9 പേടകത്തിൽ തന്നെയാണ് തിരിച്ചെത്തിച്ചത്. അവരെ കൊണ്ടുവരാൻ ഏത് കടലിനപ്പുറവും ഏത് ബഹിരാകാശത്താണെങ്കിലും അവരെ ഞങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറപ്പു നൽകിയാൽ അത് അങ്ങനെ തന്നെ ചെയ്തിരിക്കുമെന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണിത്. അത് തന്നെയായിരുന്നു 2 സീറ്റുകൾ ഒഴിച്ചിട്ട് ക്രൂ 9 പേടകം ഭൂമിയിൽ നിന്ന് പറന്നുയർന്നപ്പോഴും പേടകത്തിന്റെ ഉടമ പറഞ്ഞിരുന്നത്. 9 മാസത്തെ ബഹിരാകാശവാസത്തിനു ശേഷം സുനിത വില്യംസ് ബുച്ച് വിൽമോറിനെയും തിരിച്ചെത്തിയതിന് പിന്നാലെ പ്രതികരണവുമായി വൈറ്റ് ഹൌസും രംഗത്ത് വരികയാണ്. പ്രസിഡന്റ് ട്രംപ് ഇരുവരെയും തിരികെ എത്തിക്കുമെന്ന് വാക്ക് നൽകിയിരിക്കുന്നതാണെന്നും അത് പാലിച്ചെന്നുമാണ് വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. ഇന്ത്യൻ സമയം രാവിലെ 3:30 ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് ഉൾപ്പെടുന്ന സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ പേടകം മെക്സിക്കൻ ഉൾക്കടലിൽ ഫ്ലോറിഡ തീരത്ത് ചേർന്ന കടലിൽ ഇറങ്ങിയത്. വാക്കു പറഞ്ഞു, വാക്ക് പാലിച്ചു. പ്രസിഡന്റ് ട്രംപ് ബഹിരാകാശ യാത്രികരെ രക്ഷിക്കുമെന്ന് വാക്ക് നൽകിയിരിക്കുന്നതാണ്. ഇന്ന് അവർ സുരക്ഷിതരായി തന്നെ ഭൂമിയിലെത്തി. വൈറ്റ് ഹൌസ് ട്വീറ്റ് ചെയ്ത വാക്കുകളാണിത്. ഇതിനായി പരിശ്രമിച്ച സ്പേസ് എക്സ്, അതിന്റെ സിഇഒ ആയിട്ടുള്ള എലോൺ മസ്ക്, അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസ തുടങ്ങിയവർക്കും വൈറ്റ് ഹൌസ് നന്ദി അറിയിച്ചിരിക്കുകയാണ്. സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്ത് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കാലം കഴിയേണ്ടി വന്നത് മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ മൂലമാണെന്നും ട്രംപ് ആരോപിക്കുന്നുണ്ട്. അധികാരത്തിലെത്തിയതിന് പിന്നാലെ ജനുവരിയിൽ ഇവരെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കാൻ ട്രംപ് എലോൺ മസ്കിനോട് നിർദ്ദേശം നൽകിയിരുന്നു. ബഹിരാകാശ യാത്രികരുമായുള്ള പേടകം കടലിൽ ഇറങ്ങുന്നതിന്റെ വീഡിയോ പങ്കുവച്ച സ്പേസ് എക്സിന് നാസയ്ക്കും എലോൺ മസ്ക് നന്ദി അറിയിക്കുകയും ചെയ്തു. അടുത്ത കാലത്തൊന്നും മറ്റേതെങ്കിലും ബഹിരാകാശ സഞ്ചാരികളെ കുറിച്ച് ഭൂമിയിലെ മനുഷ്യർ ഇത്രയേറെ ആശങ്കപ്പെട്ടിട്ടുണ്ടാവില്ല. ബോയിംഗ് സ്റ്റാർലൈനർ പേടകം സാങ്കേതിക പ്രശ്നങ്ങളാൽ ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയത് മുതൽ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും എപ്പോൾ തിരികെ എത്തിക്കുമെന്നതിലും അവരുടെ ആരോഗ്യത്തെക്കുറിച്ചുമായിരുന്നു പലരുടെയും ആശങ്ക. 286 ദിവസങ്ങളാണ് ഇവർ ബഹിരാകാശത്ത് കഴിഞ്ഞത്. 4577 തവണ ബഹിരാകാശ നിലയത്തിൽ ഭൂമിയെ ചുറ്റി. 19.52 കോടി കിലോമീറ്റർ ദൂരം യാത്ര ചെയ്തു. വെറും 8 ദിവസത്തെ ബഹിരാകാശ ദൌത്യത്തിനായി തയ്യാറെടുത്ത പോയ യാത്രികർക്കാണ് ഇത്രയേറെ ദിവസം നിലയത്തിൽ കഴിയേണ്ടി വന്നത്. അതിമനോഹരമായ ലാൻഡിംഗ് ആയിരുന്നു ഇന്ന് നടന്നത്. എല്ലാവരും കണ്ടുകാണും. 4 വലിയ പാരച്യൂട്ടിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വന്നിറങ്ങുന്ന ക്രൂ 9 പേടകത്തിന്റെ ദൃശ്യങ്ങൾ. ബഹിരാകാശ ദൌത്യങ്ങളുടെ കാഴ്ചകൾ അതിമനോഹരമായി പകർത്തിയെടുക്കുന്നതും അത് ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ഒരു പതിവ് ശൈലി തന്നെയാണ്. ചൊവ്വാഴ്ച രാവിലെയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ഹാർമണി പോർട്ടിൽ നിന്ന് സുനിത വില്യംസും ബുച്ച് വിൽമോറും അടക്കം 4 ബഹിരാകാശ സഞ്ചാരികളുമായി പേടകം പുറപ്പെട്ടത്. നാസയുടെയും സ്പേസ് എക്സിന്റെയും മേൽനോട്ടത്തിലായിരുന്നു 17 മണിക്കൂർ നീണ്ട ഈ യാത്ര. റീ എൻട്രി ട്രാജക്ടറിയിൽ നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചിറക്കുന്നതിനായി എഞ്ചിൻ പ്രവർത്തിപ്പിച്ചതിന് ശേഷമാണ് ഒരു പേടകം ഭൂമിയിലേക്ക് തിരിച്ചിറക്കുന്നതിന്റെ ഏറ്റവും സങ്കീർണമായ നിമിഷങ്ങൾ. അന്തരീക്ഷത്തിലേക്ക് അതിവേഗം നീങ്ങുന്ന പേടകം. ഈ അന്തരീക്ഷവുമായുള്ള ഘടകത്തിൽ അല്ലെങ്കിൽ ഘർഷണത്തിൽ പേടകത്തിന് ചുറ്റും ചൂട് വർദ്ധിക്കുകയും തീഗോളം കണക്കെ ഈ പ്ലാസ്മ പാളി രൂപപ്പെടുകയും ചെയ്യും. ഈ സമയം പേടകവും കൺട്രോൾ സെന്ററുമായുള്ള ആശയവിനിമയ ബന്ധം തടസ്സപ്പെടും. താപനില ഉയരും. നിമിഷങ്ങൾക്കകം പേടകം അന്തരീക്ഷം കടന്ന് ആകാശത്ത് പ്രത്യക്ഷമായി. ആശയവിനിമയ ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു. എല്ലാം നല്ല നിലയിലാണെന്ന റേഡിയോ സന്ദേശം സഞ്ചാരികൾക്ക് ലഭിച്ചു. നിശ്ചിത ഉയരത്തിലെത്തിയപ്പോൾ ഡ്രാഗൺ പാരച്യൂട്ടുകൾ വിടർന്നു. ആയിരക്കണക്കിന് കിലോമീറ്റർ വേഗത്തിൽ ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരുന്ന പേടകത്തിന്റെ വേഗത നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഡ്രോഗ് പാരച്യൂട്ടുകൾ ഉപയോഗിക്കുന്നത്. പതിയെ പാരച്യൂട്ടുകൾ തൂങ്ങി പേടകം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വന്നിറങ്ങി. പിന്നാലെ തന്നെ സ്പേസ് എക്സിന്റെ റിക്കവറി കപ്പൽ പേടകത്തിനരികിലെത്തി. പേടകത്തിനു ചുറ്റും സഞ്ചാരികളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു കൂട്ടം ഡോൾഫിനുകളും ഉണ്ടായിരുന്നു. പേടകം വീണ്ടെടുക്കുകയും സഞ്ചാരികളെ പുറത്തെത്തിക്കുകയും ചെയ്തു. ഇനി എന്ത് എന്ന ചോദ്യമാണ് ഉള്ളത്.
ഫ്ലോറിഡയുടെ തീരക്കടൽ ഡ്രാഗൺ പേടകത്തിൽ ഈ സ്ലോഷ് ലാൻഡ് ചെയ്യുന്ന സുനിതയെയും വിൽമോറിനെയും ക്രൂ 9-ലെ 2 അംഗങ്ങളെയും ടെക്സയിലെ ഹൂസ്റ്റണിലുള്ള നാസയുടെ ജോൺസൺ ബഹിരാകാശ കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുപോവുക. അവിടെ അവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. 9 മാസത്തോളം മൈക്രോഗ്രാവിറ്റിയിൽ കഴിഞ്ഞവർക്ക് ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടുന്നതിനുള്ള പിന്തുണയും സഹായവും അവിടെ നൽകും. ബഹിരാകാശത്ത് തങ്ങി മടങ്ങുന്നവർക്ക് ഭൂമിയിൽ ജീവിക്കുന്നതിന് അനുഗുണമായ ശാരീരിക മാനസികാവസ്ഥ വീണ്ടെടുക്കൽ പ്രക്രിയയ്ക്ക് നാളുകൾ എടുക്കും. ഗുരുത്വാകർഷണമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നതിനാൽ അവരുടെ കൈകാലുകളിലെ പേശികൾ ക്ഷയിച്ചിട്ടുണ്ടാകും. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയുമുണ്ട്. എല്ലുകൾക്ക് ബലക്ഷയം, ഉറക്കമില്ലായ്മ, മൂത്രത്തിൽ കല്ല്, അണുബാധ, ബഹിരാകാശ ജീവിതം യാത്രികരുടെ ഈ പ്രതിരോധശേഷി കുറയ്ക്കും. മാനസിക സമ്മർദ്ദം, തലകറക്കം, മന്ദത, ശരീരത്തിന്റെ തുലന നിലയിൽ പ്രശ്നം, അതുപോലെ തന്നെ ബേബി ഫീറ്റ്, പാദത്തിന്റെ അടിവശത്തെ ചർമ്മം നേർത്തു പോകുന്നത് തുടങ്ങിയവയാണ് മറ്റ് രോഗങ്ങൾ. ഭൂമിയിലെത്തുന്നത് പിച്ചവെച്ച് എന്നുള്ള വാക്കുകളും നമ്മൾ കേട്ടു. ആംസ്ട്രോങ് അടക്കമുള്ളവർ വന്നതുപോലെ വീൽ ചെയറിലാണ് സുനിതയും സംഘവും ഭൂമിയിലെത്തിയത്. ഭൂമിയിലേക്കുള്ള തിരിച്ചുവരവ് ഏറെ സന്തോഷം നൽകുന്നതാണെങ്കിലും സുനിതയും സംഘവും നേരിടാൻ പോകുന്നത് വേദനയുടെ നാളുകൾ കൂടിയാണെന്നുള്ള ആശങ്കയുമുണ്ട്. കഴിഞ്ഞ 9 മാസമായി മൈക്രോഗ്രാവിറ്റിയിൽ, അതായത് ഗുരുത്വാകർഷണം തീരെ കുറവ് കഴിഞ്ഞതിനാൽ ഭൂമിയിലെത്തുന്ന ഇവർക്ക് സ്വന്തം ഭാരം താങ്ങാനുള്ള ശേഷി ഉണ്ടാകില്ല. പക്ഷെ അപ്പോഴും താൻ എത്തിയതിന്റെ സന്തോഷം, തിരികെ ഭൂമിയിലെത്തിയതിന്റെ ആഹ്ലാദം, അത് കൈ ഉയർത്തി തന്നെയാണ് സുനിത ലോകത്തോട് കാണിച്ചത്. നന്ദി എന്നുള്ള ആകാംക്ഷയിൽ, അല്ലെങ്കിൽ നന്ദി എന്നുള്ള മനസ്സിൽ നിന്നുള്ള ആ വാക്കുകൾ സുനിത കൈ ഉയർത്തി തന്നെയാണ് ലോകത്തോട് കാട്ടിയത്. സന്തോഷം, അത് മതി. ഇനിയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങ് ഭൂമിയിലാണല്ലോ. ഇനി വരുന്ന ഓരോ രോഗങ്ങൾക്കും ഓരോ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ചുറ്റിനും വിദഗ്ധ ഡോക്ടർമാരും വിദഗ്ധ പരിശീലകരുമുണ്ട്. അതുതന്നെ ധാരാളം. 1 മാസം പിന്നിടുമ്പോൾ സുനിത മാധ്യമങ്ങളുടെ മുന്നിൽ നേരിട്ടെത്തും. സുനിത മാത്രമല്ല, ബുച്ച് വിൽമോറും അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചതിന്റെയും അവരുടെ സ്വപ്നങ്ങൾ സഫലമായതിന്റെയും ഭൂമിയിൽ അല്ലാതെ ബഹിരാകാശത്തെ അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച്, യാത്രകളെക്കുറിച്ചൊക്കെ തന്നെ വിവരിക്കും. പേശികളുടെ ബലക്ഷയവും എല്ലുകളുടെ ബലക്കുറവും ഇവരെ അടിമുടി ബാധിക്കും. അതിനാൽ ഒരു പെൻസിൽ എടുക്കാൻ പോലും സാധിക്കുകയില്ല എന്നും പറയുന്നുണ്ട് പലരും. മാസങ്ങളോളം ബഹിരാകാശ തങ്ങിയതിനാൽ ഇവർ ഭൂമിയിലെത്തുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ പിച്ചവെച്ച് നടക്കേണ്ടി വരുമെന്നാണ് സാരം. അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയെ ബേബി ഫീറ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നിലത്ത് കാലുകുത്തി നടക്കാതെ 9 മാസം ജീവിച്ചതിനാൽ ഇവരുടെ ചർമ്മം അതീവ മൃദുലമായി മാറിയിട്ടുണ്ടാകും. കാലിനടിയിലെ ചർമ്മം ഈ പരുക്കനിൽ നിന്നുമായി മൃദുവായിട്ടുണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും ലോകം കാത്തിരുന്ന ആ സന്തോഷ വാർത്ത എത്തിയല്ലോ. നേരത്തെ പറയുന്ന വാക്കുകൾ ഒന്നുകൂടി ആവർത്തിക്കുന്നു. ട്രംപ് വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും.